ഹായ്, നമ്മൾ കഴിഞ്ഞ ജൂണിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. PVC പൈപ്പിൽ കുരുമുളക് വെക്കുന്ന ഒരു വീഡിയോ ആയിരുന്നു അത്. അന്ന് തമാശയായിട്ട് അത് ഇട്ടതായിരുന്നു ആ വീഡിയോ. പക്ഷെ അത് നല്ല വൈറലായി, അതിന് ഒരുപാട് എൻക്വയറി വന്നു. ഇപ്പോൾ സീരിയസ് ആയിട്ട് അതിനെക്കുറിച്ചൊരു വീഡിയോ ഇടണം എന്ന് തോന്നി. അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു വീഡിയോ ഇടുന്നത്. വെച്ചിട്ട് ഒരു വർഷമായി. ഈ ജൂണിലേക്ക് ഒരു വർഷം, കറക്റ്റ് ഒരു വർഷമായി. 4 തൂണിലാണ് അന്ന് നമ്മൾ വെച്ചിരുന്നത്. 4 തൂണിൽ വെച്ച് ഇപ്പോൾ ഏകദേശം അത് മുകളിൽ എത്താനായിട്ടുണ്ട്. ഇതിപ്പം 4 മീറ്റർ പൊക്കത്തിലുള്ള ഒരു പൈപ്പിലാണ് നമ്മൾ കയറ്റിയിട്ടുള്ളത്. അത് കയറ്റി ഇപ്പോൾ ഒരു വർഷം ആവുമ്പോൾ അതിൻ്റെ അവസ്ഥ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഇതാണ്, നിങ്ങൾക്കിതിൽ കാണാൻ പറ്റും. ഇതിൽ ഞാൻ പന്നിയൊരു 1 ആണ് വെച്ചിട്ടുള്ളത്. ഒരു വർഷം, കറക്റ്റ് ഒരു വർഷം നിറച്ചും ഇതിൽ കായ്ച്ചിട്ട് നിങ്ങൾക്ക് നിൽക്കുന്നത് കാണാം. ഒരുപാട് കായ്ച്ചിട്ടുണ്ട് ഈ ഒരു ഇതിൽ. കറക്റ്റ് ഒരു വർഷം ആകുമ്പോഴേക്കാണ് നമ്മൾക്ക് ഈ റിസൾട്ട് കിട്ടിയിട്ടുള്ളത്. നല്ല ബുഷായി വരുവാനും തുടങ്ങി. ഇപ്പം നല്ല വളർച്ച കിട്ടുന്നുണ്ട്. ഇപ്പം മഴ തുടങ്ങുമ്പോൾ ഇതിന് വളം ചെയ്തിരുന്നു. നമ്മൾ വളം ചെയ്ത് ഇപ്പം മഴയും കൂടി ആയപ്പോൾ നല്ല ഉഷാറായി നിറച്ചും കായ്ച്ചു. ഈ ഒരു വള്ളിയിൽ നിറച്ചും കായ്ച്ചിട്ടുണ്ട്. ഇതാണ് രണ്ടാമത്തെ വള്ളി. രണ്ടാമത്തെ ഇതിലുമുണ്ട് നിറച്ചും കായ്ച്ചിട്ട്. ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, നിറച്ചും കായ്ച്ചിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് നിറച്ചും കായ്ച്ച് നിൽക്കുന്നതായിട്ട് കാണാൻ പറ്റും. നല്ല റിസൾട്ടാണ്. നമുക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടിയ ഒരു വർഷം, കറക്റ്റ് ഒരു വർഷം കൊണ്ട് ഒരു അരയടി തൈ വെച്ചതാണ്. ഒരു വർഷം കൊണ്ട് നമുക്ക് റിസൾട്ട് കിട്ടിയതാണ്. ഇതിലൊക്കെ കായ്ച്ചിട്ടുണ്ട്. ഇത് ഏകദേശം ഇനി 1 മീറ്ററും കൂടിയേ ഉള്ളൂ മുകളിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. 4 മീറ്റർ വെച്ച പൈപ്പിൽ ഇപ്പം 1 മീറ്ററും കൂടി ബാക്കിയുണ്ട്. ഇത് 3ാമത്തെ തൈ. ഇതിൽ കൂടുതലൊന്നും കായ്ച്ചിട്ടില്ല, പക്ഷേ എന്നാലും 1-2 എണ്ണം കായ്ച്ചിട്ടുണ്ട്. ഇതിലും കായ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതെല്ലാം ഒരു വർഷം പഴക്കമുള്ളതാണ്. കറക്റ്റ് ജൂൺ 1 ഒരു വർഷം. ഇവിടെയൊക്കെ കായ്ച്ചിട്ടുണ്ട്. ഇതിലൊക്കെ കുറച്ചേ കായ്ച്ചിട്ടുള്ളൂ. ഇത് വേറെ 4ാമത്തത്. 4 എണ്ണം നമ്മളൊരു പരീക്ഷണാർത്ഥം വെച്ചതാണ്. ഇങ്ങനെ യൂട്യൂബിലൊക്കെ കണ്ടിട്ട് ഇതുപോലെ കണ്ടിട്ട് വെച്ചതാണ്. ഇതിലും ഈ പറഞ്ഞ പോലെ കായ്ച്ചിട്ടില്ല, കായ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതും കായ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. 1-2 എണ്ണം കായ്ച്ചിട്ടുണ്ട്. ഇതൊക്കെ കുറച്ച് ഉഷാർ കുറവാണ്, ഉഷാറായി വരുന്നതേ ഉള്ളൂ. പിന്നെ അതിനുശേഷം നമ്മൾ ഒരു 4 മീറ്ററിൻ്റെ പൈപ്പ് ഓരോ മീറ്ററായിട്ട് എൻ്റെ കയ്യിൽ ബാക്കിയുണ്ടായിരുന്നു. അത് ഞാൻ ജോയിൻ്റ് ഇട്ടിട്ടൊരു 4 മീറ്ററിൻ്റെ ഒരു പൈപ്പാക്കി മാറ്റിയിട്ടുണ്ട്. ജോയിൻ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും, ജോയിൻ്റ് ഇട്ടിട്ട് ചെയ്തതാണ്. മുകളിൽ ക്രോസ് കമ്പി ഇട്ടിട്ടുണ്ട്. പിന്നെ അതിൽ നമ്മളിപ്പോൾ 2 വള്ളി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു പൈപ്പിന് 2 വള്ളി മാത്രമേ വെക്കാൻ പാടുള്ളൂ. ഞാൻ ആദ്യം വെച്ചപ്പോൾ 3 വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് കുറച്ച് തിങ്ങി നിറയും, വേരുകൾക്ക് കുറച്ച് തിങ്ങി നിറയും. അപ്പോൾ ഒരു പൈപ്പിന് മാക്സിമം 2 എണ്ണം മാത്രമേ വെക്കാൻ പാടുള്ളൂ. എല്ലാവർക്കുമുള്ള സംശയമാണ് ഇതിൻ്റെ വേര് ഇതിൽ പിടിക്കോ ഇല്ലയോ എന്നൊക്കെയുള്ളത് സംശയമാണ്. നമുക്കിത് കാണിച്ചു തരാൻ പറ്റും. വേരൊക്കെ നമ്മളിത് വേണമെന്ന് വെച്ച് പിടിച്ച് വലിച്ചാൽ മാത്രമേ ഈ വേരൊക്കെ ഇളകി വരും. നന്നായിട്ട് വേര് പിടിക്കുന്നുണ്ട് പൈപ്പിൽ. നമ്മൾ ഇതിന് വേണ്ടി വേറെ നെറ്റോ കയറോ അങ്ങനെയൊന്നും ചുറ്റിക്കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത് കെട്ടിക്കൊടുക്കണം. ഇതുപോലെ ഒന്ന് കെട്ടിക്കൊടുക്കണം. ഓരോ വളർച്ചയിലും നമ്മൾ കെട്ടിക്കൊടുക്കണം. നമ്മൾ കെട്ടിക്കൊടുക്കുമ്പോൾ ഇരിക്കും അതിൻ്റെ ആ മുകളിലോട്ടുള്ള കയറ്റം എങ്ങനെയാണോ അതുപോലെ നമ്മൾ കെട്ടിക്കൊടുക്കണം. വേരൊക്കെ എല്ലാത്തിനും വേര് നിങ്ങൾക്ക് കാണാൻ പറ്റും, പിടിച്ചിട്ടുണ്ട്. നല്ലോണം വേര് പിടിച്ചിട്ടുണ്ട്. ഞാൻ പുതുതായിട്ട് വെക്കാൻ പോകുന്ന PVC പൈപ്പിന് വേണ്ടിയിട്ടുള്ള കുഴിയാണ് ഞാനിവിടെ റെഡിയാക്കിയിട്ടുള്ളത്. 2 അടി താഴ്ചയിലും 2 അടി വീതി നീളത്തിലുമാണ് ഞാൻ ഈ കുഴി എടുത്തിട്ടുള്ളത്. ഈ വലിപ്പത്തിൽ വേണം നമ്മൾ കുഴിയെടുക്കാൻ വേണ്ടി. നമ്മുടെ പൈപ്പിൻ്റെ 2 അടി ഭാഗം മണ്ണിനടിയിൽ പോകാനുള്ളതാണ്, കോൺക്രീറ്റ് ചെയ്ത് സെറ്റാക്കാനുള്ളതാണ്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വലിപ്പത്തിൽ കുഴിയെടുത്തിട്ടുള്ളത്. എല്ലാവരും കുഴിയെടുക്കുമ്പോൾ ഈ വലിപ്പത്തിൽ വേണം കുഴിയെടുക്കാൻ, എന്നാലേ നമ്മുടെ കാലിന് സ്ട്രോങ് ഉണ്ടാവുകയുള്ളൂ. എൻ്റെ അടുത്ത് 1 മീറ്ററിൻ്റെ 4 പീസ് പൈപ്പുകളാണ് ഉള്ളത്. അത് വേസ്റ്റ് വന്നിട്ടുള്ള പൈപ്പുകളാണ്. ഞാൻ അതിനു വേണ്ടി പുതുതായിട്ട് വാങ്ങിയതല്ല. ഇതിനു വേണ്ടി ഞാൻ വാങ്ങുന്നത് 3 ജോയിൻറ്റുകളാണ്. ഈ 3 ജോയിൻറ്റ് വെച്ച് ഞാൻ ഒരു 4 മീറ്ററിൻ്റെ പൈപ്പ് ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. നിങ്ങളൊക്കെ വാങ്ങുമ്പോൾ ഒരു 4 മീറ്ററിൻ്റെ പൈപ്പ് തന്നെ വാങ്ങിയാൽ മതിയാവും. അത് ആദ്യമേ നമ്മൾ ചെയ്യേണ്ടത് ഇതുപോലെ അടിഭാഗത്ത് മണ്ണിനടിയിൽ പോകുന്ന ഭാഗത്ത് 2 അടി നീളത്തിലുള്ള കമ്പി കട്ട് ചെയ്ത് പ്ലസ് രൂപത്തിൽ വേണം നമ്മൾ വെക്കാൻ വേണ്ടി. ഇതുപോലെ ഹോളടിച്ച് വേണം വെക്കാൻ. അതിനുവേണ്ടി നമ്മൾ ആദ്യം കോൺക്രീറ്റ് മിക്സ് തയ്യാറാക്കുക. കോൺക്രീറ്റ് മിക്സ് തയ്യാറാക്കി നമ്മൾക്ക് അതിന് അടിഭാഗത്ത് ആദ്യം കുറച്ച് കോൺക്രീറ്റ് ഇട്ട് കൊടുക്കണം. അതിന് മുകളിൽ വേണം നമ്മൾ ഇതുപോലെ കോൺക്രീറ്റ് ഇട്ട് കൊടുത്തിട്ട് അതിന് മുകളിലാണ് നമ്മൾ
പൈപ്പ് വെക്കാൻ പോകുന്നത്. ഞാൻ ആദ്യം വെക്കുന്നത് വെറും 1 മീറ്ററിൻ്റെ പൈപ്പ് മാത്രമാണ്. വെച്ച് ഞാൻ സെറ്റായതിന് ശേഷം മാത്രമേ അതിന് മുകളിലോട്ട് ഞാൻ ജോയിൻറ്റ് ചെയ്ത് കൊടുക്കുകയുള്ളൂ. ഇതുപോലെ കോൺക്രീറ്റ് ഇട്ടതിന് ശേഷം ഇതുപോലെ സെൻട്രലായിട്ട് വേണം നമ്മൾ ഈ പൈപ്പ് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. 2 ഭാഗത്തും ഒരുപോലെ വരുന്ന വിധത്തിൽ വേണം വെച്ച് കൊടുക്കാൻ. അതിന് ഇങ്ങനെ വെച്ച് കൊടുത്ത് നമ്മൾ വാട്ടർ ലെവൽ കറക്റ്റാക്കി വേണം വെക്കുവാൻ വേണ്ടി. അതിന് ശേഷം അതിന് ചുറ്റും നമ്മൾ കോൺക്രീറ്റ് നിറച്ച് കൊടുക്കുക. ആ കമ്പി മറയുന്ന വിധത്തിൽ അതിന് ചുറ്റിലും കോൺക്രീറ്റ് നിറച്ച് കൊടുക്കുക. അതിനുശേഷം ഇതിനകത്ത് ഒരു 2 അടിയിൽ ഇതിനകത്തും 2 അടി കോൺക്രീറ്റ് ഞാൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് പൈപ്പിനൊരു ബലം കിട്ടാൻ വേണ്ടിയും അതിന് മുകളിൽ ഞാൻ ഹോൾ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുക. മുകളിൽ നിന്ന് ഇറങ്ങുന്ന വെള്ളം അതിലൂടെ ഇറങ്ങി പോകാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു എൻഡ് ഗ്യാപ്പ് ഇട്ട് കൊടുത്താലും മതി. ഇതുപോലെ കോൺക്രീറ്റ് ഇട്ട് വേണം നമ്മൾ ചെയ്യാൻ വേണ്ടി. ഇതുപോലെയാണ് ഞാൻ അതിനകത്ത് ഒരു 2 അടി കോൺക്രീറ്റ് നിറച്ച് കൊടുക്കുന്നുണ്ട്. ഇത് ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ കുറച്ച് ബലം കിട്ടും. നമ്മൾ പക്ഷേ ഒറ്റ പൈപ്പായി ചെയ്യുമ്പോൾ നമുക്കിങ്ങനെ ചെയ്യാൻ പറ്റണം എന്നില്ല. അതിന് പകരം നമ്മൾ മുകളിൽ എൻഡ് ഗ്യാപ്പ് ഇട്ട് കൊടുത്താൽ മതി. അതിലോട്ട് വെള്ളം ഇറങ്ങുകയില്ല. കോൺക്രീറ്റ് ചെയ്ത് ഇതുപോലെ ഞാൻ 2 ദിവസം വെച്ച് അത് സെറ്റായതിനു ശേഷം മാത്രമേ ബാക്കിയുള്ള ഭാഗങ്ങൾ ഞാൻ ജോയിൻറ്റ് ചെയ്ത് കൊടുക്കുകയുള്ളൂ. നമ്മൾ അകത്ത് വന്ന ആ വേസ്റ്റൊക്കെ തുടച്ച് കളയണം, നല്ല വൃത്തിയാക്കി വെക്കണം. സെറ്റായാൽ പിന്നെ നമുക്കത് തുടച്ച് വൃത്തിയാക്കാൻ കഴിയില്ല. ഇതുപോലെ വൃത്തിയാക്കി വേണം വെക്കാൻ വേണ്ടിയിട്ട്. 2 ദിവസം കഴിഞ്ഞാൽ നമുക്കത് സെറ്റായി കിട്ടും. അതിനുശേഷം ഇതുപോലെയാണ് 2 ദിവസം കഴിഞ്ഞാൽ ഉണ്ടാവുക. അതിനുശേഷം ഞാൻ ഇതിൻ്റെ മുകളിൽ ഒരു ജോയിൻറ്റ് വെച്ച് അതിൻ്റെ മുകളിൽ ഒരു പൈപ്പ് വെക്കും. അതിനുശേഷം അതിൻ്റെ മുകളിൽ ഒരു ജോയിൻറ്റ് വെച്ച് പൈപ്പ് വെക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ ഗമ്മിട്ട് ഒട്ടിച്ച് വെക്കുന്നതാണ് അതിൻ്റെ രീതി. നല്ല സ്ട്രോങ്ങായി നിൽക്കും ഗമ്മിട്ട് ഒട്ടിച്ചാൽ. അതിന് വേണ്ടിയിട്ടാണ് ഗമ്മിട്ട് ഞാൻ ഒട്ടിക്കുന്നത്. നിങ്ങളെല്ലാവരും ചെയ്യുമ്പോൾ ഇങ്ങനെ പീസ് വെച്ച് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ചെയ്യണം. ഇല്ലെങ്കിൽ ഒറ്റ പൈപ്പാണെങ്കിൽ ഈ പണികളൊക്കെ നിങ്ങൾക്ക് കുറഞ്ഞ് കിട്ടും. എൻ്റെത് പീസായതുകൊണ്ടാണ് എനിക്ക് ഇത്രയും പണി വന്നിട്ടുള്ളത്. ഇതുപോലെ ഞാൻ ഗമ്മിട്ട് ഓരോ പീസും കയറ്റി വെക്കുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത്. അതുപോലെ ലാസ്റ്റ് വരുന്ന പീസിന് നമ്മൾ ക്രോസ് കമ്പി ഇടണം. താഴെ ചെയ്തതുപോലെ മുകളിലും ചെയ്യണം. അത് നമ്മുടെ വള്ളി കയറിപ്പോയി അതിൻ്റെ മുകളിൽ നിന്ന് ഇറങ്ങി വരാൻ വേണ്ടിയാണ് ആ ക്രോസ് കമ്പി ഇടുന്നത്. നമ്മൾ അതിൻ്റെ മുകളിലൂടെ മറച്ച് ഇടുകയാണ് ചെയ്യുക മുകളിലെത്തിയിട്ടാകുമ്പോൾ. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. മുകളിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് എൻഡ് ക്യാപ്പ് ഇട്ട് കൊടുക്കാം. ഇതുപോലെ ക്രോസ് കമ്പി ഇട്ട് വേണം മുകളിലെ പീസ് വെക്കാൻ വേണ്ടിയിട്ട്. അത് ഒറ്റ ലെങ്ത്ത് ചെയ്യുമ്പോൾ നമ്മളെല്ലാം ആദ്യമേ റെഡിയാക്കി വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് പീസാക്കി ചെയ്യുന്നത് കൊണ്ടാണ് ഞാൻ ഓരോ പാർട്ടായിട്ട് പറഞ്ഞത്. നിങ്ങൾ ഒറ്റ പീസ് ചെയ്യുമ്പോൾ അടിയിലും മുകളിലും കമ്പി ഒന്നിച്ച് വേണം ഇടാൻ. അതിനുശേഷം ഇതുപോലെ കയറ് കെട്ടി വാട്ടർ ലെവൽ ഒക്കെ നോക്കി ലെവലാക്കി വേണം വെക്കാൻ വേണ്ടിയിട്ട്. ഇതാണ് എൻ്റെ പൈപ്പിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ. അതെങ്ങനെയാണ് ഉണ്ടാവുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ എൻഡ് ക്യാപ്പ് ഇട്ട് കൊടുത്താൽ മതിയാകും. എനിക്ക് താഴെ ഞാൻ ഹോൾ അടിച്ചത് കൊണ്ടാണ് ഞാൻ എൻഡ് ക്യാപ്പ് ഇടാത്ത വെച്ചത്. എൻഡ് ക്യാപ്പ് ഇട്ടാൽ കുറച്ചും കൂടി നല്ല വൃത്തി കാണിക്കും പൈപ്പിന് വേണ്ടിയിട്ട്. എല്ലാവരും ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്താൽ മതി. ഇതാണ് ഞാൻ പുതുതായിട്ട് ചെയ്തത്. ബാക്കി 4 മുമ്പേ ചെയ്തതാണ്. വെക്കുമ്പോൾ കൃത്യമായി 6 അടി അകലത്തിൽ വേണം ഓരോ പൈപ്പിൻ്റെയും ഡിസ്റ്റൻസ് വെക്കാൻ വേണ്ടിയിട്ട്. ഇല്ലെങ്കിൽ ഇത് വലുതായി വരുമ്പോൾ വള്ളികൾ തമ്മിൽ അടുത്ത് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് നടക്കാനും നമ്മളെ ലാഡർ വെക്കാനൊന്നും ഗ്യാപ്പ് ഉണ്ടാവില്ല. അതിന് വേണ്ടിയിട്ടാണ് 6 അടി ഗ്യാപ്പ് വെക്കേണ്ടത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.